ഹലോ പ്രിയമുള്ളവരെ, മാലയോഗത്തിൻ്റെ 66-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ മാറി മാറി നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമായയും വിഘ്നേശും ഒന്നിക്കുകയാണ്. മക്കളെ, ഒന്നിക്കുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ വിഘ്നങ്ങളൊന്നുമില്ലാതെ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, അതിനായി കാത്തിരിക്കാം. വിഘ്നേഷ് കുളിച്ചൊന്ന് ഫ്രഷായി ജീൻസ് പാൻറ്റും ലൈറ്റ് ക്രീം ടീഷർട്ടും ധരിച്ചു. ഉണ്ണിമായ അപ്പോഴേക്കും അവളുടെ ബാക്കിയുള്ള ജോലികൾ തീർത്തു മുറിയിലേക്ക് തിരിച്ചെത്തി. ഈ കാലത്തിനിടക്ക് അവൻ ഷർട്ട് ധരിച്ചല്ലാതെ കണ്ടിട്ടില്ല. ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഉണ്ണിമായ. ഇതെന്താടോ എന്നെ കാണാത്ത പോലെ? അവളുടെ കരിമിഴി കണ്ണാലെയുള്ള നോട്ടമെറിഞ്ഞതും വിഘ്നേഷിന് നാണമായി. ആ ഫിറ്റ് ബോഡിയിൽ ഒതുങ്ങി നിൽക്കുന്ന അവൻ്റെ ദേഹത്തെ ഒന്നുകൂടെ നോക്കിക്കൊണ്ടവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. വിഘ്നേഷ് ഹാളിലേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്തെ മുറിയിൽ പോയി തിരികെ വന്നത് കയ്യിലൊരു ബോക്സ് പിടിച്ചായിരുന്നു. അന്തിച്ചു നിൽക്കുന്നവളുടെ കയ്യിലേക്ക് അവൻ ആ ബോക്സ് നീട്ടി. അവളത് വാങ്ങി തുറന്നു നോക്കി. ജീൻസ് പാൻറ്റും പിങ്ക് ലേഡി ടീഷർട്ടും കണ്ട് അതിശയത്തോടെ തല ഉയർത്തി നോക്കി. ഇത് എനിക്കാണോ? അവളുടെ ഇരുപുരികങ്ങൾ ചുളിഞ്ഞു പൊന്തിരുന്നു. പിന്നെ എനിക്കോ? അവൻ വല്ലാത്ത ഉത്സാഹത്തിലാണ്. വിക്കേട്ട, ഞാൻ ഇതൊന്നും ധരിക്കാറില്ല, ഇന്ന വരെ ധരിച്ചിട്ടുമില്ല. അവൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ അത് പറയുമെന്ന് ശങ്കിച്ചെങ്കിലും ഒടുക്കം പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്. താൻ ധൈര്യമായി ധരിക്കടോ. ബീച്ചിൽ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഒരു സ്റ്റൈലാ. വിഘ്നേഷ് അവൾക്ക് ആവോളം ആത്മവിശ്വാസം വാരിക്കൊടുത്തു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിലടച്ചവൻ തിരികെ വീണ്ടും വന്നു വാതിൽ തുറന്നു. കയ്യിലാ പെട്ടിയും പിടിച്ച് നിൽക്കുന്നവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് റെഡിയാവണേ, സൺസെറ്റ് ആരെയും കാത്തു നിൽക്കില്ല. കണ്ണു നിറക്കി അവൻ ഓർമ്മപ്പെടുത്തി. അമ്മ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ അത്താഴം കഴിക്കരുത് കേട്ടോ. റുസിയേറും ഡിന്നർ ഞാൻ കൊണ്ടുവരാം, നമുക്കൊരുമിച്ച് കഴിക്കാം. ഉമ്മറത്തിണ്ണയിൽ കാല് നീട്ടിയിരിക്കുന്ന സുബ്ബലക്ഷ്മിയെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. വിക്കി, അവൾക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ? സുബ്ബലക്ഷ്മി ആകുലതയോടെ തിരക്കി. എൻ്റെ അമ്മ, അവൾക്കൊരു കുഴപ്പവുമില്ല. 2-3 മാസം തെറാപ്പി ചെയ്തത് സുമ്മാവാ. അമ്മ ഇനി പറഞ്ഞു അവളെ രോഗിയാക്കല്ലേ. വിഘ്നേഷ് അവരെ തോളോട് ചേർത്ത് നിർത്തി വരാന്തയിലൂടെ നടന്നു. നീ പറഞ്ഞത് സത്യമാണോ? എൻ്റെ അമ്മയാണേ സത്യം. വിക്കി അവരുടെ തലയിൽ കൈവച്ചു. നരച്ച കൺപീലികൾക്കിടയിലും ചുരുങ്ങിയ ചർമ്മം നിറഞ്ഞ കണ്ണുകളിൽ തിളക്കം മായാതെ നിന്നു. പ്രതീക്ഷയുടെ തിളക്കമുള്ള മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഇവളിതെവിടെ? ഉണ്ണിമായ? വിഘ്നേഷ് വാച്ചിലേക്ക് നോക്കി അകത്തേക്ക് കയറി. താഴേക്ക് ഇറങ്ങി വരാൻ മടിച്ചു ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഉണ്ണിമായ അവൻ്റെ വിളി കേട്ടതും പതറിപ്പോയി. പിങ്ക് ടീഷർട്ടിൻ്റെ ഇറക്കം വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ. എനിക്ക് വയ്യ വിക്കിയേട്ടാ, ഇത് ദേഹത്തോട് ഇറുകിയാ കിടക്കുന്നേ. അസ്വസ്ഥത നിറഞ്ഞ മുഖത്തോടെ അവൾ വിഘ്നേഷിനെ നോക്കി. പിന്നെ ജീൻസ് പാൻറ് ഇങ്ങനെ തന്നെയാ. ആ ടീഷർട്ട് വലിച്ച് കീറാതെ ഇങ്ങ് വന്നേ. ഇടാനുള്ള ഹീൽ ചെരുപ്പ് പുറത്തിരിപ്പുണ്ട്. വിഘ്നേഷ് ചവിട്ടുപടികൾ ഓടിക്കയറി അവളുടെ കയ്യിൽ പിടുത്തമിട്ട് താഴേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഉമ്മറത്ത് നിൽക്കുന്ന സുബ്ബലക്ഷ്മിയുടെ അരികിൽ കൊണ്ട് നിർത്തി. എങ്ങനെയുണ്ട് അമ്മേ നമ്മുടെ മോഡേൺ ഉണ്ണിമായ? വിഘ്നേഷ് പുഞ്ചിരിയോടെ പറഞ്ഞു പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും അവൾ അവൻ്റെ പിറകിൽ ഒളിക്കാൻ ഒരിടം തേടി. സുബ്ബലക്ഷ്മി അവളെ അടിമുടി വീക്ഷിക്കുകയാണ്. ആ മുഖത്ത് മാറി മാറി വരുന്ന ഭാവവ്യത്യാസങ്ങളിലാണ് ഉണ്ണിമായയുടെ കണ്ണ്. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു വിഘ്നേഷ് നിന്നു. മുൻപൊരിക്കൽ വെങ്കിടി ഭാഗ്യയെയും കൊണ്ട് പുറത്തു പോകാൻ നേരം അവൾ കാല് കാണിച്ച് സ്കേർട്ട് ധരിച്ചെന്നും പറഞ്ഞ് ബഹളമായിരുന്നു സുബ്ബലക്ഷ്മി. നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിമായ ഒന്നുകൂടെ ചെറുപ്പമായി. ഇങ്ങോട്ട് വന്നേ അമ്മ, ഒന്ന് നേരെ കാണട്ടെ.
അവർ കൈ നീട്ടി വിളിച്ചതും ഉണ്ണിമായ മടിച്ചു ആ ടീഷർട്ട് താഴേക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് തന്നെ മുമ്പിലേക്ക് വന്നു. ഒന്ന് സ്റ്റഡിയിൽ നിൽക്കേണ്ട ഉണ്ണിമായ. പിറകിൽ നിൽക്കുന്നവൻ്റെ ഉപദേശവും. ഏറ്റവും ഐശ്വര്യം ആ സാരിയിൽ കാണാനാണ്. എങ്കിലും അവൻ്റെ കൂടെ ഔട്ടിങ്ങൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വേഷം ധരിക്കാന്നേ. സുബ്ബലക്ഷ്മി അവളുടെ താടയിൽ കൈവച്ചു. അടുത്ത വെല്ലുവിളി ഹീൽ ചെരുപ്പ് ധരിക്കലായിരുന്നു. എഴുന്നേറ്റ് 2 അടി വെച്ചതും മറിഞ്ഞു വീഴാൻ പോയതും ആ ശ്രമം ഉപേക്ഷിച്ചു. അവർ കാർ ദൂരെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. മണലിലൂടെ നടന്നു നീങ്ങി കടൽ തീരത്തെത്തി. ഉണ്ണിമായുടെ കാലിൽ മണൽത്തരികൾ തലോടി മറിഞ്ഞുപോയി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവൃതി ആ മനസ്സിൽ നിറഞ്ഞു. കൈകോർത്ത് നടക്കുന്ന കമിതാക്കൾ, പരസ്പരം പരിഭവം പറഞ്ഞ് നീങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കുട്ടികൾ, വൃദ്ധർ, അങ്ങനെ ഒരു ജനസാഗരം തന്നെ തീരത്തുണ്ട്. ഭൂരിഭാഗം സ്ത്രീകളുടെയും വസ്ത്രം താൻ ധരിച്ചതുപോലെയുള്ള ഒന്നാണെന്ന് കണ്ടതും ഉണ്ണിമായ്ക്ക് ആശ്വാസമായി. അല്ലെങ്കിലും ധരിക്കാനുള്ള മടിയല്ല. ആ വസ്ത്രം ഇട്ടുകൊണ്ട് യാതൊരുവിധ പരിഷ്കാരങ്ങളെയും അംഗീകരിക്കാത്ത സുബ്ബലക്ഷ്മിയുടെ മുമ്പിൽ നിൽക്കാനുള്ള ഭയമായിരുന്നില്ലേ ഉള്ളിൽ. ഇരുവരും ആരെയും മുട്ടാതെ ചേർത്തു പിടിച്ചങ്ങനെ നടന്നു. വിഘ്നേഷ് കടലിലേക്ക് വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നവളുടെ ആ സുന്ദര മുഖം മിഴികളിൽ നിറച്ചു. വാ, അങ്ങോട്ട് പോകാം. കിന്നാരം പറഞ്ഞു മടങ്ങുന്ന തിരമാലകൾക്കരികിലേക്ക് അവർ നടന്നു. ഉണ്ണിമായയും വിഘ്നേഷും കാലുകൾ അടുപ്പിച്ചു വെച്ചു അങ്ങനെ ചേർന്നു നിന്നു. പാദങ്ങളിൽ മുത്തമിട്ടു. തിരമാലകൾ പോയി വീണ്ടും തിരികെ എത്തി ആ പ്രവൃത്തി തുടർന്നു. കോരിത്തരിച്ചവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞു. യാത്ര പറഞ്ഞു മടങ്ങുന്ന സൂര്യൻ അന്ന് മുമ്പത്തേക്കാൾ സുന്ദരമായി തോന്നി. ഉണ്ണിമായ എന്താ ആലോചിക്കുന്നേ? ഇരുവരും തീരത്ത് നിന്ന് അല്പം മാറി മണലിൽ കാൽ നീട്ടിയിരുന്നു. വിഘ്നേഷ് അവളുടെ കൈ അവൻ്റെ മടിയിലേക്ക് വെച്ചു. അതൊന്നും അറിയാതെ മറ്റേതോ ലോകത്താണ് ഉണ്ണിമായ. എടോ! അവൻ അവളുടെ തോളിൽ കൈവച്ച് കുലുക്കി. വിഘ്നേഷ് അവളോട് പുഞ്ചിരിച്ചു. മുമ്പിൽ കാണുന്നത് മിഥ്യയോ യാഥാർത്ഥ്യമോ എന്നറിയാതെ പകച്ചു നിൽക്കുന്നവളുടെ നെറുകയിൽ ചുംബിച്ചു. പറയടോ, താൻ ഇപ്പോൾ എന്താ ഓർത്തുകൊണ്ടിരുന്നേ? നമ്മൾ തീരത്തൂടെ കയ്യും പിടിച്ച് ഓടുന്നതല്ലേ നീ ഇപ്പോൾ സ്വപ്നം കണ്ടത്? അവൻ ഉണ്ണിമായയുടെ കാതിൽ പതിയെ തിരക്കി. അയ്യടാ! തിരമാലകളുടെ ആഞ്ഞടിക്കുന്ന ശബ്ദത്തിനിടയിലും അവനാ പറഞ്ഞത് അവൾ കൃത്യമായി കേട്ടു. ഒരു തള്ളു കൊടുത്തതും ദേ വിഘ്നേഷ് മണലിൽ പൂണ്ടു. അവൻ്റെ വീഴ്ച കണ്ട് കളിയാക്കി ചിരിക്കുന്നവളെ ഞൊടിനേരം കൊണ്ട് വിഘ്നേഷ് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു. വിട് വിക്കിയേട്ട, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്നും കുതറി എഴുന്നേൽക്കാൻ അവൾ വെമ്പൽ കൊണ്ടു. കാണട്ടെ, അതിനെന്താ? തൊട്ടരികിലൂടെ പോകുന്ന ആളുകളെ ഒന്ന് നോക്കി വിഘ്നേഷ് പറഞ്ഞു. നിങ്ങളുടെ നാണവും പോയോ? അവൻ്റെ കൈപ്പുറത്തൊരു നുള്ളും അടിയും കൊടുത്തവൾ എഴുന്നേറ്റിരുന്നു. ഞാൻ എൻ്റെ കവിതയെക്കുറിച്ചാണ് ഓർത്തത്. കടൽ കാണാൻ എന്നേക്കാൾ മോഹം അവൾക്കായിരുന്നു. അതിനെന്താ, അവൾക്കിനി വേണേലും വന്ന് കാണാലോ. കടൽ എങ്ങോട്ടും ഓടിപ്പോകില്ല. ഉണ്ണിമായുടെ കഥ പറച്ചിൽ കേൾക്കാൻ അവൻ എഴുന്നേറ്റിരുന്നു. ദേഹത്തെ മണൽ തട്ടി. കുഞ്ഞിലെ കുളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് കളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കടൽ കാഴ്ച തന്നെയാകും ചർച്ച. സീനത്തൊരിക്കൽ അവളുടെ ബാപ്പയുടെ കൂടെ കടൽ കാണാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പഴുത്ത ചക്കയിൽ ഈച്ച പൊതിയും പോലെ ഞങ്ങളൊക്കെ അവളെ വളഞ്ഞു. സീനത്തിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾ മനസ്സിലൊരു കടൽ തീർക്കും. ഞാനും കവിതയും മണൽ കൊണ്ട് മത്സ്യകന്യകയെ ഉണ്ടാക്കും വിധം മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെക്കും. ആ പറച്ചിലിൽ അറിയാതെ അവൾ ചിരിച്ചുപോയി. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം നടന്ന മുഹൂർത്തത്തിലാണ് എൻ്റെ ഉണ്ണിമായ ഇപ്പോൾ. വിഘ്നേഷ് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തല കൊണ്ട് നെറ്റിമുട്ടിച്ചു. കവിത ഈ ഉണ്ണിമായയെ മനസ്സിലാക്കിയ പോലെ എൻ്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ കുറ്റപ്പെടുത്തിയില്ല. പാപിയായ എൻ്റെ കൂടെ നിന്നതേ ഉള്ളൂ. മിഴികളിൽ നിന്ന് പുഴവെള്ളം പോലെ കണ്ണീരൊഴുകി. വിഘ്നേഷിൻ്റെ മുഖഭാവം മാറി. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഉണ്ണിമായ എഴുന്നേറ്റേ, തനേ ശരിയാവില്ല. ഏറെ നാളത്തെ ആഗ്രഹം സാധിക്കാൻ വന്നിട്ടിപ്പോൾ പേറിയ ദുരന്തങ്ങളുടെ പാണ്ടക്കെട്ട് ഒഴിക്കുകയാണ്. പാൻറ്റിലും ഷർട്ടിലും വീണ
മണൽ ഒന്നുകൂടെ തട്ടി വിഘ്നേഷ് എഴുന്നേറ്റു. നിസ്സഹായതയോടെ അവൾ മിഴിയുയർത്തി അവനെ നോക്കി. തിരിച്ചുള്ള യാത്രയിൽ ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഒരു നിമിഷത്തെ പതർച്ചയിൽ സംഭവിച്ച ആ തെറ്റ് ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പറഞ്ഞ പോലെ 3 പേർക്കുള്ള ഭക്ഷണം പാർസൽ വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു. കാത്തിരുന്നെത്തിയ കവിതയുടെയും ഭരതൻ്റെയും പൊന്നോമനയുടെ നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഇന്നാണ്. ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ മുറ്റത്ത് ആരാലും ഞെട്ടിപ്പോകുന്ന വലിയ പന്തലുയർന്നു. നാടാകെ ചടങ്ങ് കൂടാൻ വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. സുചിത്ര പേരക്കുഞ്ഞിനെ എണ്ണയും പച്ചമഞ്ഞളും ചേർത്തരച്ചു ദേഹത്ത് പിടിപ്പിച്ചു കാലിൽ കിടത്തി ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. അമ്മമ്മയുടെ കൈകൾ വയറിലൂടെ ഇൾക്കിളിപ്പെടുത്തി പോയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇളം റോസാപ്പൂവിൻ്റെ നിറമുള്ള മോണ കാട്ടി ഇളിച്ചു. ഗൗരവം സ്ഥായിഭാവമുള്ള അച്ഛനും അമ്മയുടെയും കുഞ്ഞാകട്ടെ സദാ കുസൃതി കൊടുക്കുകയാണ്. കവിത കുളി കഴിഞ്ഞു വന്ന ഉടൻ പ്രസവാനന്തര ശുശ്രൂഷക്കായി വന്ന വള്ളി എന്ന സ്ത്രീ അവളുടെ ഈറൻ മുടികളിലൂടെ പുക കടത്തിവിട്ടു. മുടിയുടെ ഈറൻ ഉണക്കി സുഗന്ധം നൽകി. മുല്ലപ്പൂ കെട്ട് പേപ്പറിൽ പൊതിഞ്ഞു ഭരതൻ മുറിയിലേക്ക് കയറി വന്നു. മുറിയിലേക്ക് പ്രവേശിച്ചതും അവൻ്റെ മിഴികൾ പാഞ്ഞത് കണ്ണാടിക്ക് മുമ്പിൽ വെള്ളത്തുണി ചുറ്റി എടുത്തു അമ്മിഞ്ഞ തുളുമ്പി ഒലിച്ച മാറിടത്തിന് മുകളിലൂടെ മറ്റൊരു വെള്ളത്തുണി മൂടി നിവർത്തിയിട്ട മുടികളെ തലോടുന്നവളിലായിരുന്നു. ദേഹവും മുഖവും വെളുത്തു തുടുത്തിരിക്കുന്നു. ഇത് തൻ്റെ കവിത തന്നെയാണോ എന്ന് തോന്നിപ്പോകും. അത്രക്ക് മാറ്റമുണ്ട് അവളിൽ. ഭരതന് അവളുടെ പിറകും കണ്ണാടിയിലൂടെ മുഖവും കാണാമായിരുന്നു. മാതൃത്വത്തിൻ്റെ പൂർണ്ണത ആ ശരീരത്തിൽ പ്രകടമായിരുന്നു. എന്താ ചെറിയമ്പ്യാരെ, പെണ്ണുങ്ങളുള്ള ഈ മുറിയിലേക്ക് കടന്നു വരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? അതും പ്രസവിച്ച പെണ്ണ്. ഒന്നില്ലെങ്കിലും നിങ്ങളൊരു മാഷല്ലേ? വള്ളി അവന് നേരെ തറപ്പിച്ചു നോക്കി. ഭരതന് നല്ലോണം ദേഷ്യം വന്നു. അവൻ്റെ പഴയ സ്വഭാവം എങ്ങനെയായിരുന്നെങ്കിൽ കാണായിരുന്നു. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുമോ? എനിക്ക് അവളോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അവൻ ഉച്ചത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്താണ്? ഞാനിവിടെ ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി. വള്ളി വിട്ടുകൊടുത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇന്നലെ കയറി വന്ന നിങ്ങളോട് പറയാൻ പറ്റുമോ? തൽക്കാലം വള്ളി ഇവിടെ അള്ളിപ്പിടി. വള്ളിയുടെ കയ്യിൽ പിടിച്ചു അവൻ അവരെ മുറിയുടെ പുറത്തേക്ക് നിർത്തി. ഓടിക്കേറിയവൻ ഡോറും അടച്ചു. ഇതെന്ത് കൂത്ത് എന്ന ഭാവത്തിൽ കവിതയും. ദേ, ആ സ്ത്രീയുടെ അധികാരം കാണിക്കൽ എനിക്ക് പിടിക്കുന്നില്ലട്ടാ. ചടങ്ങ് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിടാം. എന്നിട്ട് വേറെ ആളെ തപ്പാം. ഒന്ന് പ്രസവിച്ചെന്ന് കരുതി നീ എൻ്റെ ഭാര്യ അല്ലാതാകുന്നുണ്ടോ? ഭരതന് ദേഷ്യം ഇരച്ചു കയറുകയാണ്. അവൻ മുല്ലപ്പൂ കെട്ട് അവൾക്ക് കൊടുത്തു. അരികിൽ തന്നെ മറ്റൊരു ഇരപ്പിടം ഇട്ടു. എത്ര നാളായി നിന്നെ ഒന്ന് നേരെ കണ്ടിട്ട്? ഒന്ന് എത്തി നോക്കുമ്പോഴേക്കും ആ സ്ത്രീ ഓടിച്ചു വിടും. വേറെ ക്ലാസ്സിലേക്ക് എത്തി നോക്കുന്ന കുട്ടികളുടേതെന്ന പോലെ. അവൻ ഉടുമുണ്ടൊതുക്കി ആ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ച്. അതിൻ്റെ രഹസ്യം കാരണമൊക്കെ വള്ളി ചേച്ചി എന്നോട് പറഞ്ഞു. അടുത്ത കുഞ്ഞ് ഉടനെ ഉണ്ടാകുമോ എന്ന ഭീതിയാണ്. അവൾ കണ്ണിറക്കി തലയൊന്ന് ചെരിച്ചു. ആ ബെസ്റ്റ്. എടി പെണ്ണെ, എൻ്റെ ഭർത്താവിന് നല്ല കൺട്രോളാന്ന് പറയാൻ പാടില്ലായിരുന്നോ നിനക്ക്? അവൻ അവളുടെ അരികിലേക്ക് നന്നേ ചേർന്നിരുന്നു. എന്തൊരു മാറ്റാ നിനക്ക്. സ്ത്രീകളുടെ ശരീരം മാറുന്ന പോലെ പുരുഷന്മാരുടെ ശരീരം എത്ര വേഗത്തിൽ മാറില്ല. അവൻ അവളുടെ കൈകളിലും മുഖത്തും ആനന്ദത്തോടെ തലോടി. പാലും പഴവും പുഴുങ്ങിയ മുട്ടയും തിന്ന സുഖജീവിതമല്ലായിരുന്നോ? അവൻ അവളുടെ വയറിൽ കയറി പിടിച്ചു. അവളൊന്ന് ഉറക്കെ ചിരിച്ചു. വാതിലിൽ തട്ടി വിളിക്കുന്നത് കേട്ട് അവൻ എഴുന്നേറ്റു. പെട്ടെന്ന് റെഡിയാവൂ കവിത, മുഹൂർത്തം ആവാറായി. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ചെയ്തോളൂ. വാതിൽ തുറക്കുമ്പോൾ മുഖത്തുള്ള ആ ചമ്മൽ അങ്ങോട്ട് ഒതുക്കാൻ കാണിച്ചു കൂട്ടുന്ന വെപ്രാളമാണ്. വാതിൽ തുറന്ന് അവൻ പുറത്തിറങ്ങിപ്പോയി. വള്ളി മുഖം വീർപ്പിച്ച് ഇരുവരെയും നോക്കി. സമയം വേഗം കടന്നുപോയി. ഇളം വയലറ്റ് പട്ടുസാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി കവിത ഒരുങ്ങി വന്നു. അവളുടെ സാരിയുടെ അതേ നിറത്തിലുള്ള പട്ടുടുപ്പായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്. ഭരതൻ ഗോൾഡൻ കരയുള്ള ഡബിൾ മുണ്ടും കടും വയലറ്റ് ഷർട്ടും ധരിച്ചു. കവിത കുഞ്ഞിപ്പെണ്ണിനെ തോളിലിട്ടു ഇലഞ്ഞിത്തറയിലെ ആ വലിയ മുറ്റത്ത് പണിത സ്റ്റേജിലേക്ക് കയറി. തുടരും. ആഹാ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? ഈ ഒരു പാർട്ട് ഞാൻ അത്ര വൃത്തികേടാക്കിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു.
ഇതിൽ സന്തോഷം എല്ലാവരും പിണക്കം സംഭവിച്ചിട്ടുണ്ടല്ലേ. ആ പിണക്കിന് മാറിക്കോളും, ജീവിതമല്ലേ. പിന്നെ നമ്മൾ ഉണ്ണിമായയാണെങ്കിൽ ഒരു തൊട്ടാവാടിയും കവിതയെ പോലെ അത്ര ബോൾഡ് അല്ലല്ലോ. അതുകൊണ്ട് സംഭവിച്ചു പോകുന്ന പിണക്കങ്ങളാണ്. അത് ഇനിയും തുടരും, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ജീവിതം സന്തോഷമുള്ളത് തന്നെ ആയിക്കോട്ടെ, നമ്മളുടേതും അവരുടേതും എല്ലാവരുടേതും. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു കൂട്ടുകാരെ.